ഒരു ഡ്രോണും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. നമ്മൾ പോണതൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്യായിരുന്നു. എന്താ വെച്ചാൽ അതുപോലെ സുന്ദരമായ സ്ഥലം. നമുക്കിതിനി ഇറങ്ങി കയറുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമല്ല കേട്ടോ. നല്ല ലൈറ്റായിരുന്നു. ഇത് നമ്മുടെ ജിന്നു വാങ്ങി തന്ന ലൈറ്റാണ്. ഓക്കെ, കയറി വന്നപ്പോഴൊക്കെ ഞാൻ എന്തോരം സ്ഥലത്ത് കയറി ഇറങ്ങിയെന്നറിയോ. അതായത് മേളിൽ കയറിയിട്ട് ക്യാമറ വെച്ചിട്ട് താഴെ വരിക, അതൊക്കെ ഒരു ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ നമ്മളെ കയറേണ്ടത് വഴി മാറിപ്പോയി. ഇങ്ങോട്ടല്ല, ഇത് കുറേ ഇങ്ങോട്ട് വന്നു. നമ്മളിത് ഇനി ഈ മല കയറിയിട്ട് അത് കഴിഞ്ഞ് ഒരു ഇറക്കിറങ്ങി പിന്നെ ഒരു മല കൂടി കയറണം. ഈ താഴെയൊക്കെ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനേക്കാൾ കുറച്ചുകൂടി ഹൈറ്റിൽ പോയാൽ രാവിലെ നല്ല വ്യൂ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കുന്നത്. എന്തായാലും കുറച്ചുകൂടി മുകളിലോട്ട് പോയിട്ട് കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് കയറേണ്ട മല ഇതാണ്. അതിന് ഈ മല കയറണമെങ്കിൽ ഇവിടെ താഴോട്ട് ഇറങ്ങണം. കണ്ടോ എൻ്റെ പൊന്നെ, എന്നാലേ ഇപ്പോൾ ആ മല കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ടോ നമുക്കിതിനി ഇറങ്ങി കയറുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമല്ല കേട്ടോ. ഒരു ഡ്രോണും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. നമ്മൾ പോണതൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്യായിരുന്നു. എന്താ വെച്ചാൽ അതുപോലെ സുന്ദരമായ സ്ഥലം. നമ്മളിപ്പോൾ 2 മല കയറിയിട്ടാണ്, ഇത് 2ാമത്തെ മലേൻ്റെ മുകളിലാട്ടോ. ഇനി ഇതൊരു ചെറുത് 3ാമത്തെ മല. ആ 4ാമത്തെ മലേൻ്റെ മുകളിലാണ് നമുക്ക് എത്തേണ്ടത്. എത്തിക്കഴിഞ്ഞാൽ രാവിലെ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നു, കയറി കിട്ടണം. എന്തായാലും നോക്കാമല്ലേ.
നമുക്ക് ആ മല കയറാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര പാടാ, ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ഇറങ്ങാൻ പറ്റും, പക്ഷേ ഒറ്റയ്ക്ക് അഥവാ പിടുത്തം വിട്ട് പോയാൽ താഴെ പോകും. അപ്പോൾ അതിന് നല്ല നമുക്ക് കുറച്ചുകൂടി മുകളിലോട്ട് തന്നെ അടിക്കാം. ഈ മല നമുക്ക് വേറൊരു ദിവസം അന്ന് നമ്മുടെ കൂടെ വന്നില്ലേ ക്യാമ്പ് ചെയ്യാൻ, അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്യാമ്പ് ചെയ്യാം അല്ലേ. അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. താട്ട് ഇറങ്ങാനൊരു സ്ഥലമല്ല. അവനറിയാം ഈ വഴി, പക്ഷേ അത് ഏതിലൂടെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. എന്തായാലും മുകളിലോട്ട് പോകാം. എൻ്റെ അമ്മ എടുത്തു. കുറേ നടന്നു. നമ്മൾ 3:30 ആയപ്പോൾ ഇറങ്ങിയതാ. കോട്ടൊക്കെ വേർത്ത് കുളിച്ചു. എൻ്റെ അമ്മേ വയ്യ. എടുത്തു. ലൈറ്റും കത്തുന്നില്ലല്ലോ. എല്ലാം കൊണ്ടും പണിയാണെന്ന് തോന്നുന്നുണ്ട്. ലൈറ്റും കത്തുന്നില്ല. എന്താ കത്താത്തെ? ഇന്നലെ വരെ കത്തിക്കൊണ്ടിരുന്നാണല്ലോ. അയ്യോ, നമ്മുടെ ലൈറ്റ് കത്തുന്നില്ല കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് കത്തിച്ച് ചാർജൊക്കെ ആക്കി കൊണ്ടുവന്ന കഷ്ടകാലം പിടിച്ച സമയം. വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അത് നോക്കട്ടെ. ഓ, എന്നാലും നമുക്ക് വേഗം ടെൻ്റ് അടിച്ച് സെറ്റാക്കാം അല്ലേ. ഇവിടെ തന്നെ അടിക്കാം. നമ്മൾ ടെൻറ്റ് ഇവിടെ തന്നെ സെറ്റാക്കാം കേട്ടോ. എന്താ അറിയോ, ഇവിടെ നിറച്ച് കല്ലുകളാണ്. ഇതാണ് ഇപ്പോൾ കുറച്ചൊരു കല്ലില്ലാത്ത സ്ഥലം കിട്ടിയത്. നമുക്ക് ഈ ഷീറ്റ് അടിയിൽ ഇരിക്കാം, അല്ലെങ്കിൽ ടെൻറ്റ് ഓട്ടയാവും. എൻ്റെ അമ്മോ, എത്ര നേരം കൊണ്ട് മെനക്കിടാന്നറിയോ. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച മല കിട്ടിയില്ല. ആ മലേൻ്റെ വ്യൂ നമുക്ക് രാവിലെ കിട്ടുമോ നോക്കാം അല്ലേ. പക്ഷെ അതിൻ്റെ മുകളിൽ കയറിയാൽ കുറച്ചുകൂടി നല്ല സെറ്റപ്പായിരുന്നു. എന്ത് ചെയ്യാനാ, കയറാൻ പറ്റിയില്ല. കയറാൻ പറ്റും, പക്ഷേ അതിൻ്റെ വഴി കറക്റ്റ് ആയില്ല എനിക്ക്. ഞാൻ 3:30 പുറപ്പെട്ടതാണ്. 3:30 വണ്ടിയും വെച്ച് കയറാൻ തുടങ്ങിയത്. ഇപ്പോൾ സമയം എന്തായെന്നറിയോ, 6:45 7 മണിയായി, ഇരുട്ടായി. പക്ഷേ നമ്മളവിടെ എങ്ങനെയെങ്കിലും ഇറങ്ങി കുടുങ്ങിയിരുന്നെങ്കിൽ 2 സ്ഥലത്ത് പെട്ട സ്ഥലത്തെത്തിയാണ്. ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കയറണം, അതും പറ്റിയില്ല. കുഴപ്പമില്ല, നമ്മൾ സെറ്റാണ്. ഇനി എന്താ വെച്ചാൽ ബാക്കിയുള്ള പരിപാടി നോക്കാം അല്ലേ.
പക്ഷെ ആകെ ടയേർഡായിട്ടോ, ക്ഷീണിച്ചു. കുഴപ്പമില്ല. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ലൈറ്റ്. ഇതെങ്ങനെ പോയതുണ്ടോ, നല്ല ലൈറ്റായിരുന്നു. ഇത് നമ്മുടെ ജിന്ന് വാങ്ങി തന്ന ലൈറ്റാണ് നമുക്ക്. ശേ, സാറില്ല അല്ലേ, എന്തായാലും അടിച്ചു നോക്കാം. കുറച്ച് വിറക് കിട്ടിയിരുന്നെങ്കിൽ തീയിടായിരുന്നു അല്ലേ. കിട്ടുമോ നോക്കട്ടെ കേട്ടോ. ടോർച്ച് ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ഇവിടെ ടെൻ്റ് അടച്ചെടുത്തേട്ടോ, അല്ലെങ്കിൽ ആകെ പണിയാവും. നമ്മളോട് പ്രത്യേകിച്ച് പറഞ്ഞതാണ് എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ടെൻ്റ് അടച്ചിട്ട് പോകണേന്ന്. നമുക്കെന്തായാലും കുറച്ച് വിറക് എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം. വിറക് കിട്ടലൊരു പണിയാണ്. ഓ, ഇവിടൊക്കെ എവിടെ വിറക് കിട്ടാനാ കുറച്ചോനെ. ഇതൊക്കെ വമ്പം ഗുഹയൊക്കെ ഉണ്ട്. ഇത് ഉണങ്ങിയതാണോ? ഓ, പച്ച ഇങ്ങോട്ടുണ്ടാവട്ടെ. അങ്ങോട്ടൊക്കെ കൊടും കാടാണ്. പൊന്ന്, തൽക്കാലം നമുക്ക് കുറച്ച് വിറക് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് വേഗം പോവുക. നമ്മളെ ടെൻറ്റ് ഉണ്ടാവില്ല അവിടെ ചെല്ലുമ്പോൾ. എന്തായാലും കുറച്ച് വിറക് കിട്ടിയിട്ടോ, അത് മതി തൽക്കാലം. എന്താ വെച്ചാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഭയങ്കര കാടാ. നല്ല കാറ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തീ കത്തിക്കാം അല്ലേ. അല്ലെങ്കിൽ എന്താ അറിയോ, കാറ്റ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഫുഡിനുള്ള പരിപാടി നോക്കാം. ഞാനിതിനകത്ത് ലൈറ്റ് അങ്ങ് മാറ്റിയതാണ്. എന്താ വെച്ചാൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലേ ആ പ്രാണികൾ ഭയങ്കരമായിട്ട് കയറും. ഒന്നാമത് ഈ കാടല്ലേ. ഇവിടെ തന്നെ വെച്ച് കുക്ക് ചെയ്യാം അല്ലേ. നമ്മൾ കത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. തൽക്കാലം ഈ ഷീറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കാല്ലേ, കുക്ക് ചെയ്യാനൊക്കെ. അപ്പം നമ്മളാദ്യം കുക്കിങ്ങിനുള്ള പരിപാടി നോക്കുകയാണ്. കുക്ക് ചെയ്തിട്ട് നമുക്ക് തീ കത്തിക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് കാറ്റ് ചിലപ്പോൾ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. നോക്കാം നമുക്ക്.
ഇതിൻ്റെ ഒരു കമ്പി ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? ഇത് ലോക്ക് ചെയ്യണ ഒരു സാധനം ഉണ്ടായിരുന്നു, അതും കാണില്ല. പക്ഷെ എന്തൊരു കഷ്ടമാണ്. അതെങ്ങനെ പോയി? ബാഗിലുണ്ടോ നോക്കട്ടെ കേട്ടോ. കിട്ടി. ഇതെങ്ങനെ ഊരിപ്പോയി? അപ്പോൾ എന്തായാലും നമ്മളെ കുക്കറിൽ സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് 2 വിസിലടിച്ചാൽ അത് റെഡിയാവും. എന്നിട്ട് നമുക്ക് കോഴിമുട്ട കൊണ്ടുവന്നുണ്ട്. ദേ പൊട്ടി ഒരു പരുവായിട്ടുണ്ട്. എല്ലാം കൊണ്ടൊന്ന് ലൈറ്റ് പോയി, കുക്കറിൻ്റെ സാധനം പോയി, ദേ മുട്ട പോയി, മൊത്തത്തിലൊന്ന് പോയി. സാറില്ല അല്ലേ, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. എന്തായാലും മല കയറി വന്നില്ലേ. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വലിയ മലേൻ്റെ മുകളിൽ പോയിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഇത് മതിയല്ലേ? നമ്മുടെ സവാള ഏകദേശമൊക്കെ വെന്ത് കാണും. ചൂടാറട്ടെ. ചൂടാറിയിട്ട് നമ്മുടെ മുട്ട ഇപ്പം എന്താ ചെയ്യാന്ന്, പൊട്ടാത്തതുണ്ടെങ്കിൽ അതെടുത്ത് പുഴുങ്ങി ചെയ്യാം അല്ലേ? ഒക്കെ പൊട്ടിയും തോന്നുന്നുണ്ട്. ആ, ഒരെണ്ണം കിട്ടി. അത് പോയി. അപ്പോൾ നമ്മൾ ഈ മുട്ടയും കൂടി അടുപ്പത്ത് വെച്ച് കഴിച്ചാൽ നമ്മളെ മുട്ട 2 എണ്ണമെങ്കിലും പൊട്ടാതെ കിട്ടിയത് ഭാഗ്യം എന്ന് പറയാം. അല്ലെങ്കിൽ ഇത്രയും കുന്നു കയറി വന്ന് ബാഗ് നമ്മൾ 2-3 സ്ഥലത്ത് വെച്ചില്ലേ, അതാണ് ഒരു പ്രശ്നമായത്. കുഴപ്പമില്ല, എന്തായാലും സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം അല്ലേ? അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ സവാള അടുപ്പത്ത് കയറ്റുക, കത്തിക്കുക. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മളിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട്. ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പുതിയ സംഭവങ്ങളൊക്കെ നമ്മൾ ഇറക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് ടൊമാറ്റോ സോസ്, അത് കഴിഞ്ഞിട്ട്
ചില്ലി സോസ് വേണോ? ആ കിടന്നോട്ടല്ലേ, എന്തായാലും മേടിച്ചില്ലേ. ഇനി കുറച്ച് സോയാ സോസ്. ഓക്കെ, കുറച്ച് നമ്മുടെ മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കേ. അയ്യോ സെറ്റായി. ഇനി നമ്മുടെ മുട്ടയൊന്ന് നോക്കട്ടെ എന്താ സെറ്റ്. വലിയ കുഴപ്പമില്ല, എന്നാലും പൊട്ടി. ഒന്ന് ഇതൊക്കെ ആകെ പൊട്ടി പുറത്തോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല അല്ലേ. അടിപൊളി സെറ്റ്. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഫ്രൈ റെഡി, അത് സെറ്റായി. ഇനി കുറച്ച് കാപ്പി കൂടി വെച്ചാൽ സംഭവം ഓക്കെ. നമ്മുടെ കാപ്പി ഏകദേശം തിളച്ച് നല്ല തണുപ്പായിട്ടോ, അടിപൊളി തണുപ്പായി. അപ്പോൾ എന്തായാലും കാപ്പി തിളച്ചു, ഓഫാക്കണ്ടല്ലേ, ഒന്ന് കുറച്ചിടാം. എന്നിട്ട് നമുക്ക് കഴിക്കാനുള്ള പരിപാടി നോക്കാം. ഇതൊക്കെ അങ്ങ് എടുത്ത് വെച്ചാൽ എൻ്റെ പൊന്നെ ഭയങ്കര തണുപ്പ്. നല്ല സൂപ്പർ ചപ്പാത്തി കൊണ്ടുവന്നുണ്ട്. ഈ ചപ്പാത്തി ഒന്ന് ചൂടാക്കായിരുന്നു അല്ലേ വെറുതെ. നോക്കട്ടെ, എന്തായാലും കാപ്പി തിളച്ച്. പേപ്പർ പോലത്തെ ചപ്പാത്തിയാണ്. ചൂടാക്കിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ അത് റെഡി. ചുമ്മാ ചായ കണ്ട് കിടന്നോട്ടല്ലേ. നമ്മുടെ കറി എന്താണ് സ്ഥിതി? ചൂടുണ്ടോ? കുഴപ്പമില്ല. വാ സെറ്റപ്പ്. ഓക്കെ, അപ്പം നമ്മുടെ ചപ്പാത്തിയും മുട്ട റോസ്റ്റുമാണ് ഇന്നത്തെ സ്പെഷ്യല്. വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതിനകത്തിപ്പോൾ വരുന്ന ടേസ്റ്റ് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ചില്ലേ, അതിൻ്റെയും പിന്നെ ആ സോയാ സോസിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെയല്ല, ആ സോസിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ ഈ ചൈനീസ് ഫുഡിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. നമ്മളിപ്പോൾ എങ്ങനെ തീയിടുക എന്നുള്ളതാണ്. നല്ല കാറ്റല്ലേ. ചായ ആണെങ്കിൽ വേഗം തണുക്കും ചെയ്യും.
എന്താ എന്തായാലും നമ്മുടെ ഫുഡ് നല്ല സെറ്റായിട്ടോ. നമുക്ക് കുറച്ചുകൂടി കാപ്പി വെക്കേണ്ടി വരും. നല്ല തണുപ്പ്. എന്നാലും ഇതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കട്ടെ. അയ്യോ, നമുക്കേ ഇനി കുറച്ച് തീയിട്ട് പുറത്തിരിക്കാം അല്ലേ. കുറച്ച് കട്ടൻ ചായയും കൂടി വെക്കേണ്ടി വരും. എന്താ വെച്ചാൽ ഭയങ്കര തണുപ്പ്. നല്ല കാറ്റാണ്. എങ്ങനെ കിടക്കുമോ? കുറച്ച് വിറകുള്ളൂ. ഉള്ള വിറക് ഇവിടെ കത്തിക്കാം. നല്ല കാറ്റുണ്ടായത് കൊണ്ട് വേഗം കത്തിക്കോളും. തീ വേഗം നല്ലോണം പാളി പോവാം. നമ്മളിപ്പോൾ അവിടെ എങ്ങാനും തീ ഇട്ടിരുന്നെങ്കിൽ ടെൻറ്റിനൊക്കെ കൂടി തീ പിടിച്ചേനെ. ഇപ്പോൾ അത്രയും കാറ്റാ. നമുക്ക് കുറച്ച് കാപ്പി കൂടി വെച്ചില്ലെങ്കിലേ പിന്നെ ഒന്നാമത് നല്ല തണുപ്പുമാണ്. കുറച്ചു നേരം വെയിലും അല്ല ചൂടും കാഞ്ഞിരിക്കാമല്ലോ, തീയും കാഞ്ഞ്. ഓ അതെന്താ? അയ്യോ, നമ്മളെ ഗ്യാസ് ഇതിൻ്റെ അടുത്താണ്. എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇതിൻ്റെ അടുത്ത് വെക്കരുതെന്ന്. ഞാൻ എടുത്തല്ല, കുറച്ച് മാറ്റിയാണ് വെച്ചത് കേട്ടോ. പക്ഷെ ഇപ്പം എന്താ പൊട്ടിത്തെറിച്ചല്ലേ? എന്താ പൊട്ടിത്തെറിച്ചേ? നല്ല സെറ്റപ്പ് തണുപ്പാട്ടോ. കുറച്ച് തോനെ വിറക് വേണമായിരുന്നു. നമുക്ക് വിറകും കുറവാണ്.
നമ്മളെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് ഹായ് പറയാനും പിന്നെ നമ്മളെ അന്വേഷണം പറയാനും ഒക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരത് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ നോക്കി, എല്ലാവർക്കും റിപ്ലൈ ഒക്കെ കൊടുത്തു. പക്ഷേ ഒരുപാട് പേര് പറഞ്ഞ പോലെ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഹായ് പറഞ്ഞു. പിന്നെ അതുപോലെ കുറേ പേര് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിന്ന് കയറി വന്നതേ ഒരു തലവേദന പിടിച്ച സ്ഥലത്തും പിന്നെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് കയറാൻ പറ്റിയില്ല. പിന്നെ അത് മാത്രമല്ല, വന്നപ്പോഴത്തേക്ക് ലൈറ്റ് പോയി, അങ്ങനെ ഒരു പ്രശ്നം. പിന്നെന്താ പോയത്, ലൈറ്റ് പോയി. പിന്നെന്തോ ഒന്നുകൂടി പോയില്ലെന്ന്, ലൈറ്റ് പോയപ്പോഴേ ഞാൻ മൂഡ് ഓഫായി. എന്താ വെച്ചാൽ നമുക്ക് ജിന്നെന്ന് പറഞ്ഞിട്ട് നമ്മളെ ടെൻ്റൊക്കെ തന്നെ പുള്ളി തന്നതാണ് നമുക്ക് ആ ലൈറ്റ്. പിന്നെ ആ ലൈറ്റ് ഭയങ്കര നല്ല ലൈറ്റാണ്. കഴിഞ്ഞ വട്ടം വെള്ളത്തിൽ വീണ ലൈറ്റാണ് ഇത് ഞാനെല്ലാം ഊരി, ബാറ്ററിയൊക്കെ ഊരി എല്ലാം സർവീസ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയത് കൊണ്ടാണ് ഇതിപ്പോൾ കിട്ടണത് കേട്ടോ. അല്ലെങ്കിൽ ഇതും പോയേനെ. പക്ഷേ ആ ലൈറ്റ് പോയത് എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയി. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പുറത്തിങ്ങനെ ഒരു ഹാപ്പിനെസ് ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ടെൻഷൻ പോലെ ഇങ്ങനെ എന്താ വെച്ചാൽ അതൊക്കെ പോയാൽ പെട്ടെന്നൊന്നും കിട്ടാനൊക്കെ പാടല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരെയും മെസ്സേജ് ഞാൻ നോക്കുന്നുണ്ട്, റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ പേര് പറയാൻ അത് കുറേ ഉണ്ട്, അത് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. കുറേയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ എന്നിട്ട് അത് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ആ മൂഡ് മൊത്തത്തിൽ പോയി. എന്താ വെച്ചാൽ ഞാൻ കയറാൻ നിന്നത് ആ വലിയ മലയിൽ. അവിടെ ഭയങ്കര അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകാൻ പറ്റില്ല. നമ്മൾ ബാഗൊക്കെ വെച്ച് ഞാൻ കുറച്ച് അവിടെ ഇറക്കി വെച്ചിട്ട് നോക്കി, മാക്സിമം എങ്ങനെയും കയറൊക്കെ വെച്ച് ബാഗ് താഴെ ഇറക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ശ്രമം നടത്തി. പക്ഷേ നമുക്ക് തന്നെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, പിന്നല്ലേ ബാഗ് ഇറക്കണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ. എന്തായാലും നല്ലൊരു സ്ഥലത്താണ് വന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് രാവിലെ വല്ല കാഴ്ചകളും കിട്ടുമോ നോക്കണം. അതാണിപ്പോൾ ഇവിടെ കയറി വന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം. കാപ്പി ഏകദേശം തിളച്ച് വന്നു. ഓഫാക്കല്ലേ. നമുക്കെന്തായാലും നമ്മൾ ഉദ്ദേശിച്ച് വന്ന മല ഇതല്ലല്ലോ. നമ്മൾ ആ വലിയ മലയാണ് ഉദ്ദേശിച്ച് വന്നത്. അതെന്തായാലും നമ്മളൊരു പ്രാവശ്യം നമ്മുടെ കൂടെ അന്ന് ആ കുരിശുമല കയറാൻ വന്നില്ല അതിനാൻ, അവനെയും കൂട്ടി എന്തായാലും നമ്മൾ ആ ഒരു മല കയറും. എന്താ വെച്ചാൽ അതുപോലെ വ്യൂ ആയിരിക്കും രാവിലെയൊക്കെ. നമ്മൾ കയറുമ്പോൾ കുറച്ച് ഇടങ്ങേറാണ്. പിന്നെ എന്നോട് കമൻറ്റിൽ ചോദിച്ചിരുന്നു ആരാണ് ക്യാമറ എടുക്കണതെന്ന്. ക്യാമറ എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതായത് ഞാനിങ്ങനെ ആദ്യം വെച്ചിട്ട് അവിടെ ഇപ്പോൾ ചായ കുടിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെയല്ലേ ക്യാമറ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചായ കുടിക്കും, ഇങ്ങനെ കുടിച്ചിട്ട് പിന്നെ അടുത്തൊരു അവിടെ എവിടെയെങ്കിലും മാറ്റി വെക്കും. ഞാൻ തന്നെ എഴുന്നേറ്റ് പോയിട്ട് മാറ്റി വെക്കും. ഇപ്പോൾ ഇങ്ങോട്ട് നമ്മൾ കയറി വന്നില്ലേ, കയറി വന്നപ്പോഴൊക്കെ ഞാൻ എന്തോരം സ്ഥലത്ത് കയറി ഇറങ്ങിയെന്നറിയോ. അതായത് മേളിൽ കയറിയിട്ട് ക്യാമറ വെച്ചിട്ട് താഴെ വരിക, അതൊക്കെ ഒരു ഇതല്ലേ. പിന്നെ എന്നെ സംബന്ധിച്ച് അതൊരു രസമാണ്. പിന്നെ ഒരു ഇഷ്ടമുള്ള മേഖല ആയതുകൊണ്ട് അത്ര കഷ്ടപ്പാട് തോന്നണില്ല. എന്നാലും ഞാൻ പറയാം, പിന്നെയും ആരോ ചോദിച്ചു അതിനകത്ത് ക്യാമറ എങ്ങനെ എടുക്കണമെന്ന്. അത് അറിയാത്തോട്ട് ചോദിക്കുന്നതായിരിക്കും. നമ്മളെ വീഡിയോ ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന ആളായിരിക്കില്ല ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അവിടെ എവിടെയും ക്യാമറ കൊണ്ടുവെക്കും, ഓടിപ്പോകും, വരും. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്, അറിയാലോ. ചൂടുള്ള കാപ്പി, അടിപൊളി തണുത്ത കാറ്റ്, സെറ്റാണ് കേട്ടോ. അടിപൊളി വൈബ്. ഇനി രാവിലത്തെ കാഴ്ചയാണ് ഒരു പ്രതീക്ഷ, നോക്കാമല്ലേ. കുറച്ചുകൂടി വിറക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ. എന്താ വെച്ചാൽ തീ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. നമുക്കെന്തായാലും അവിടെ എവിടെയെങ്കിലും പോയി നോക്കാം. അതുകൊണ്ട് ആ താഴെ സൈഡിലുള്ള വ്യൂ കണ്ടോ, നല്ല മാലവൾബിട്ട പോലെ. അതാണിപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ. അതായത് ശരിക്കും നമ്മുടെ ക്യാമറയിൽ അത് കാണൂല്ല കേട്ടോ, ഭയങ്കര ഒരുപാട് താഴ്ചയല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ ആ കയറാൻ പോയത് ഏകദേശം 4000 സംതിങ് അടി ഉയരത്തിലാണ് നമ്മൾ കയറാൻ പോയ മല. ഇപ്പോൾ ഇത് ഏകദേശം 3900 ഏകദേശം ഹൈറ്റിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 3900 സംതിങ് ഹൈറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ കയറാൻ പോയത് 4000 സംതിങ്ങിലാണ് നമ്മൾ കയറാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ അത്രയും താഴെയാണ് ഇപ്പോൾ ഇതൊക്കെ ലൈറ്റൊക്കെ കാണുന്നത്. നല്ല തണുപ്പാട്ടോ. ഇപ്പം നമ്മുടെ തീയൊക്കെ ഏകദേശം കത്തി തീരാറായിട്ടോ. ഇപ്പം തണുപ്പിന് ചെറിയൊരു സുഖമുണ്ട്, എന്നാലും കാറ്റടിക്കുമ്പോൾ പ്രശ്നമാവും. പക്ഷേ ഇനിയിപ്പോൾ അകത്ത് കയറുമ്പോൾ തണുക്കും, ഭയങ്കര തണുപ്പായിരിക്കും. പിന്നെ അതല്ല, എല്ലാവരും ഓരോരോ ഹായ് പറഞ്ഞതും അന്വേഷണം പറഞ്ഞതും ഒക്കെ കുറേ ഉണ്ട്. അപ്പോൾ അത് ഞാനൊരു ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. എന്താ വെച്ചാൽ ഇന്നാണെങ്കിൽ നമുക്ക് ഇത് കുറേ ലെങ്ത്തും ആയില്ലേ വീഡിയോ. എന്താ വെച്ചാൽ അവിടുന്ന് കയറി വരുന്നതൊക്കെ കുറേ അല്ലേ.
എന്താ വെച്ചാൽ അതൊക്കെ കുറേ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമാവും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അതിന് മേളിൽ കയറി പിന്നെ ക്യാമറ വെച്ച് ഇറങ്ങി വന്ന് നടന്നു വന്ന് അങ്ങനെയൊക്കെ കുറേ പണിയെടുത്തിട്ടല്ലേ അതെടുത്തേ. അപ്പോൾ എന്തായാലും എല്ലാവരും കാണണം കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. പിന്നെ എല്ലാവരും ലിസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കമൻറ്റ് ചെയ്തേ. അത് നമുക്കൊരു വീഡിയോ സെപ്പറേറ്റ് തന്നെ നാളെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ഞാൻ എന്തായാലും കൂട്ടിൽ കയറട്ടെ. കൂട്ട് കയറിയിട്ട് പതുക്കെ സീഡാവാൻ നോക്കാം അല്ലേ. 11 മണിയായി. നമ്മളെന്തായാലും നമ്മുടെ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കട്ടെ കേട്ടോ. ഞാൻ ഈ അകത്തെ ലൈറ്റ് ഓഫ് ആക്കുകയാണ്. എന്താ പറയുക, മറ്റേ പാറ്റ നല്ലോണം ഉണ്ട് ഇവിടെ ഈ കാടിൻ്റെ സൈഡായതുകൊണ്ട് അത് കയറും. ഞാൻ എന്തായാലും ഇത് വിരിക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിക്കേ. നമ്മുടെ കത്തിയൊക്കെ നമ്മൾ അകത്ത് തന്നെ വെക്കാം അല്ലേ. ഷൂസ് ഇതിനടിയിൽ വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കേട്ടോ. കോട്ട് ഊരണോ? വേണ്ട അല്ലേ, കുറച്ച് കഴിഞ്ഞാൽ തണുക്കും. 11:45. അപ്പോൾ ഇനി ഒരൊറ്റ കിടത്തം. കോട്ട് എന്തായാലും ഇടാം, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ. ഇനി കിടന്നങ്ങ് ഉറങ്ങാം, ബാക്കി രാവിലെ കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. സമയം ഒരുപാടായി. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളെ രാവിലത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തണുപ്പ് ഒരു രക്ഷയില്ല. ഇന്നലത്തെ ആ കാറ്റ് ഇതുവരെ മാറിയിട്ടില്ല. അത്രയും കാറ്റും ഇപ്പോൾ രാവിലെ ഭയങ്കര കൊടുംജാതി തണുപ്പും. ചെവി രണ്ടും വേനെടുക്കാൻ തുടങ്ങി, അതുപോലെ തണുപ്പ്. മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്, കുറേശ്ശെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ വിചാരിച്ച സാധനം, ആ ഒരു പഞ്ഞിക്കെട്ട് പോലെയുള്ള സംഗതി കിട്ടിയിട്ടില്ല. നോക്കാമല്ലേ, താഴോട്ട് പോയി നോക്കട്ടെ. മഞ്ഞ് നല്ല മഞ്ഞാട്ടോ. മഞ്ഞ് മീൻസ് ഭയങ്കര തണുപ്പാണ് കൂടുതൽ. ഓഹ് എൻ്റെ മോനെ, ഒരു സംഭവം കാണിച്ചു തരാട്ടോ. ഇത് നോക്ക്, താഴെ ടെൻറ്റ് കാണുന്നുണ്ടോ? ടെൻറ്റ് കാണാൻ പറ്റുന്നുണ്ടോ താഴെ? 1 2 3 4 5 6 ടെൻറ്റ് താഴെ ഉണ്ട്. ഞാനിതുവരെ ഒരൊച്ച പോലും കേട്ടില്ല കേട്ടോ. ഒച്ച കേൾക്കൂല. അയ്യോ, അവരെ കൂടെയാണെങ്കിൽ കമ്പനിയായിട്ട് ക്യാമ്പ് ചെയ്തല്ലേ. കാണിച്ചു തരാം. ഇത് നോക്ക്, താഴ്ഭാഗം നോക്കിക്കട്ടോ. ഉണ്ടാ നോക്ക്, ഇത് ഇവിടെ 1, പിന്നെ ഇത് 1 2 3 4 5 6 എണ്ണം കണ്ട. ഇത്രയും ടെൻ്റ് അവിടെ ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ. താഴെ മഞ്ഞ് മൂടി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, പൊന്തി വരുന്നുണ്ട്. നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. എങ്കിലും നമുക്കെന്നാലും ഇവിടെ ഉണ്ടാക്കി, ഇവിടെ വെച്ച് കട്ടൻ ചായ ഉണ്ടാക്കാം അല്ലേ. രാത്രി നമ്മൾ എങ്ങനെ ഇരുന്നാൽ ഒറ്റയ്ക്ക്. ഇപ്പോൾ ഈ ആൾക്കാർ മൊത്തം സൺറൈസ് കാണാനേ. ഇവരൊക്കെ എത്ര മണിക്ക് അപ്പോൾ പോകുന്നുണ്ടാവും അല്ലേ? ഇപ്പോൾ സമയം 6 മണി ആയിട്ടുള്ളൂ. ഒരു 4:30 തുടങ്ങിയിട്ടുണ്ടാവും, വരാൻ തുടങ്ങിയിട്ടുണ്ടാവും.
4:30. ആളുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാപ്പി തിളച്ചു. ഒരുപാട് ആൾക്കാരായിട്ടോ. താഴെയും മേളിലും ഇതിൻ്റെ മേളിലൊക്കെ ആൾക്കാരായി. ഇത്രയും രാവിലെ ഈ സൺറൈസ് കാണണമെങ്കിൽ അപ്പോൾ എത്ര മണിക്ക് അവിടെ നിന്ന് പോകുന്നതാണ്? ഒരു 4 മണിക്കൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ടാവും. അല്ലാണ്ട് എങ്ങനെ എത്തും ഇവിടെ ഈ സമയമാകുമ്പോൾ? 4 മണി 4:30 ഇറങ്ങണം, അല്ലാണ്ട് നടക്കൂല. നമ്മളാ ടെൻറ്റിരിക്കുന്ന നോക്ക്, എന്ത് രസമല്ലേ. വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്. അത് ആ മലയുടെ മേളിൽ ആൾക്കാരുണ്ടല്ലോ. ഞാൻ ഫുൾ സൂമിങ്ങിലാട്ടോ. ഇത് ഇപ്പുറത്തെ മലയിൽ ഒരാൾ നിന്നിട്ട് അപ്പുറത്തെ മലയിൽ ഫോട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് അയ്യോ, ആ മലയാണ് നമുക്ക് കയറേണ്ടിയിരുന്നത്. കണ്ടോ? ഓ, കോട വന്നു കേട്ടോ. ഇത് കോട വരുന്ന നോക്ക്. നമ്മുടെ ടെൻറ്റിൻ്റെ അവിടെ ആറി വരുന്നു. അവിടെ കാണുന്നുണ്ടോ? ഹായ്. എന്തായാലും അടിപൊളി ഒരു വൈബ് തന്നെ കേട്ടോ. അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിച്ചു നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. രാവിലെ നോക്കുമ്പോൾ എന്തോ ഇഷ്ടം പോലെ ആൾക്കാർ, ഒരു 100-100 ആൾക്കാരെങ്കിലും ഉണ്ട്. താഴെ അവിടെയും മേളിലും. പിന്നെ നമ്മൾ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ മലയിൽ താഴ്വശത്ത് കൂടെ എങ്ങാണ്ട് ആൾക്കാർ കയറി വരുന്നുണ്ട്. അപ്പോൾ മേളിലൊരു ടീം എത്തി. അത് ഞാൻ സൂം ചെയ്തിട്ട് കിട്ടുന്നില്ല, മഞ്ഞ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ മല കയറണം. ഒരു ദിവസം നമുക്ക് ആ മല കയറണം. അതിന് ആ സിനാനെയും വിളിച്ചുകൊണ്ട് വരണം. നമ്മളെ കൂടെ അന്ന് ക്യാമ്പ് ചെയ്തില്ല ആ കുരിശുമലയിൽ. അവനെയും വിളിച്ചുകൊണ്ട് വരണം. അവനറിയാം വഴി. അവൻ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച വഴി അല്ല അതിൽ കയറുന്നത്. ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ വേറൊരു വഴിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആ മല കയറും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ എൻജോയ് ചെയ്തു. നല്ല സ്ഥലവും നല്ല ഭംഗിയുള്ള സ്ഥലം. കാറ്റും തണുപ്പുമാണെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇത് കണ്ടോ, ഒരു സൈസ് പൂക്കൾ കണ്ടോ ഇവിടെ? ഇഷ്ടം പോലെ അങ്ങനത്തെ പൂക്കളുണ്ട് കേട്ടോ ഇവിടെ. ഈ പാറയുടെ മുകളിലൊക്കെ ഉണ്ടാകുന്ന കണ്ടോ? നമ്മൾ കയറാൻ ഉദ്ദേശിച്ച മലേൻ്റെ മേളിലത് ആൾക്കാർ കണ്ട. എന്താല്ലേ, അതാ താഴെക്കൂടെ വേറെ കുറച്ച് പേര് കയറി ഇറങ്ങി കയറുന്നുണ്ട്. ഇതാ ക്ലിയർ ആവില്ല. ടെൻ്റൊക്കെ ഒന്ന് വലിയട്ടല്ലേ. ചെറിയൊരു മഞ്ഞുവെള്ളി നനവുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു സ്ഥലമാണ്. എന്തായാലും വയനാട്ടിൽ വരുമ്പോൾ എന്തായാലും ഈ സ്ഥലം മിസ്സാക്കരുത് കേട്ടോ. പിന്നെ വയനാട്ടിൽ വരുമ്പോൾ ഈ സ്ഥലം മിസ്സാക്കരുത് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. അമ്പൂത്തിമല എന്ന് കേട്ടിട്ടില്ലേ? എടക്കൽ ഗുഹ, അമ്പൂത്തിമല, അതിൻ്റെ ഒരു സൈഡാണ്. അത് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇതുവരെ ഞാൻ ഇവിടെ വന്നിട്ടില്ല. അടിപൊളി സ്ഥലം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഓക്കെ, ഞാൻ വിടും കേട്ടോ. ഇപ്പോൾ പോകില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഓക്കെ, ഉണ്ടോ നിറച്ച് വെള്ളമാണ് ടെൻറ്റിനകത്ത്. അപ്പോൾ നമുക്കിത് ഒന്ന് വലിഞ്ഞിട്ട് പോവാം.